പ്രിയപ്പെട്ടവരെ, 2019 ശേഷം ഒരു 4 വർഷങ്ങൾ കടന്നുപോയി. വീണ്ടും CAA എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരു സജീവ ചർച്ചാ വിഷയമായി സമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ CAA എന്ന് കേൾക്കുന്നതല്ലാതെ എന്താണ് ഈ സംഗതി, എന്താണ് ഈ നിയമം, ഈ നിയമത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ആരെയെല്ലാമാണ് ഈ നിയമം ബാധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ പഠിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നിയമപരമായ വസ്തുതയ്ക്ക് പുറത്ത് ഒരു രാഷ്ട്രീയമായ മാനം മുൻനിർത്തിയാണ് ഈ വിഷയം പലപ്പോഴും സമൂഹത്തിലും മാധ്യമങ്ങളിലും എല്ലാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലുള്ള നിയമവശം എന്താണ് എന്ന് മാത്രമാണ്, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരൻ ആണ് ഏറ്റവും വലിയ സ്വത്ത്. നമ്മെയെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മെ ഈ രാജ്യവുമായി ചേർത്ത് നിർത്തുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നതാണ് പൗരത്വം. നാം ഇന്ത്യയുടെ മണ്ണിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നത്, അധികാരത്തോടുകൂടി സംസാരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്, സർക്കാരിനോട് മല്ലടിക്കുന്നത്, സർക്കാരുമായി ചേർന്നു പോകുന്നത് എല്ലാം ഈ പൗരത്വം അല്ലെങ്കിൽ പൗരൻ എന്നുള്ള ഏറ്റവും വലിയ അധികാരത്തിൻ്റെ ബലത്തിലാണ്. ഈ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 5 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. അനുച്ഛേദം 5 അനുസരിച്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഭാരതത്തിൽ ഡൊമൈസൈൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ അച്ഛനും അമ്മയും ജീവിച്ച് ഭാരതത്തിൽ തന്നെ ജനിച്ച, ഒരു നിശ്ചിത കാലയളവ് ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിച്ച എല്ലാ വ്യക്തികളും ഭാരതത്തിലെ പൗരന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭരണഘടന നിലവിൽ വന്ന ശേഷം നാം എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഭാരതത്തിലെ പൗരന്മാരായി തീർന്നത്, ആധുനിക ഭാരതത്തിൻ്റെ. അതിനുശേഷമാണ് 1955 അതായത് നമുക്ക് ഭരണഘടന നിലവിൽ വന്നതിന് ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം നിലവിൽ വരുന്നത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അതാണ് ഈ പൗരത്വത്തെ സംബന്ധിച്ചുള്ള മറ്റ് വിശദമായ സംഗതികളിലേക്ക് കടന്നിട്ടുള്ള നിയമം. ആ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് പൗരത്വം ലഭിക്കുന്നത്, ഒന്നാമത്തേത് ബൈ ബർത്ത്, നമുക്ക് ജനനം വഴിയാണ് പൗരത്വം ലഭിക്കുന്നത്. രണ്ടാമത്തേത് ഡിസെൻഡ്, നമ്മുടെ പൂർവികരിൽ അവർ വഴി നമുക്ക് പൗരത്വം ലഭിക്കും. പിന്നെ അടുത്ത വന്നത് ബൈ രജിസ്ട്രേഷൻ എന്നാണ്. നാലാമത്തേത് നമുക്ക് പറയാവുന്നത് ബൈ നാച്ചുറലൈസേഷൻ. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഏതെങ്കിലും ഒരു ഭൂഭാഗം ഭാരതവുമായി ചേരുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ജീവിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യയുടെ പൗരന്മാരായി തീരും. അങ്ങനെയുണ്ട്. അപ്പം ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഒരാൾ ഇന്ത്യൻ പൗരൻ ആവുന്ന രീതികൾ. ഇതിൽ ആദ്യത്തെ സംഗതികളെല്ലാം വിട്ടാൽ നമുക്ക് ആ ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ള ആ സംഗതി മാത്രം ആണ് ഈ CAA അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രസക്തമായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ 2ാമത്തെ വകുപ്പിൽ സെക്ഷൻ 2 ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്? അതായത് നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായി ഉള്ള കുടിയേറ്റക്കാർ ആരാണെന്ന് പറയുന്നുണ്ട്.
അതിൽ പറയുന്നത് പാസ്പോർട്ട് ഇല്ലാതെ, സാധുവായ പാസ്പോർട്ട് ഇല്ലാതെ, അല്ലെ മറ്റ് യാത്രാരേഖകളില്ലാതെ ഭാരതത്തിലേക്ക് കടക്കുകയോ, അല്ലെങ്കിൽ പാസ്പോർട്ട് എക്സ്പയർ ആയതിനു ശേഷം, അല്ലെങ്കിൽ മറ്റ് യാത്രാരേഖ, വിസ ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ എക്സ്പയർ ആയതിനു ശേഷം ഭാരതത്തിൽ തന്നെ തുടരുകയോ ചെയ്യുന്ന ആളുകളാണ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്നാണ് അതിൽ പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ ഇല്ലീഗൽ മൈഗ്രൻസിനെ എങ്ങനെയാണ് രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കടത്തേണ്ടത്, അല്ലെങ്കിൽ അവരിവിടെ താമസിക്കുകയാണെങ്കിൽ അവർ ഇവിടെ ഏത് രീതിയിലാണ് അവരെ താമസിപ്പിക്കേണ്ടതെന്നെല്ലാം സംബന്ധിച്ച് വ്യവസ്ഥകളുണ്ട്. ഈ ഇല്ലീഗൽ മൈഗ്രൻസിന് വേണമെങ്കിൽ നമുക്ക് പൗരത്വം നൽകാം. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമുക്ക് നാച്ചുറലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നാച്ചുറലൈസേഷനിലൂടെ നമ്മൾ പൗരത്വം നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 55 നിലവിൽ വന്നതിന് ശേഷം നിരവധിയായ ഭേദഗതികൾ ആ നിയമത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള എന്നാൽ വിദേശ പൗരത്വം സ്വീകരിച്ച് അവിടെ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ പോയി അവിടെ സ്ഥിരതാമസമായി അവിടുത്തെ പൗരന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അവർക്ക് ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിസൺഷിപ്പ് കാർഡും ഒക്കെ കൊടുക്കുകയും അവർക്ക് പരിമിതമായ അവകാശങ്ങൾ ഇന്ത്യയിൽ, അവർക്ക് വിസയൊന്നും ആവശ്യമില്ല ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി. അപ്പം അങ്ങനെ വളരെ കുറച്ച് പരിമിതമായ എന്നാൽ അവരുടെ എല്ലാ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും നിറവേറ്റുന്ന രീതിയിലുള്ള കുറച്ച് അവകാശങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്. അത് ശരിക്കും സിറ്റിസൺഷിപ്പ് ആക്ടിൽ സെക്ഷൻ 7A എന്ന് പറയുന്ന ഒരു വകുപ്പ് ചേർത്തുകൊണ്ടാണ്, 7A 7B അങ്ങനെ കുറച്ച് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ശരിക്കും ഈ ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ ഈ 2019 അമെൻമെന്റ് ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ വിവാദ വിഷയം. ഈ 2019 അമെൻമെന്റിലേക്ക് നയിച്ച സംഗതികൾ എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ അയൽ രാജ്യങ്ങളിൽ ഇതിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര രാജ്യങ്ങളായി മാറി. ആദ്യം പാകിസ്ഥാനായി, പിന്നീട് ബംഗ്ലാദേശായി. പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ്. അപ്പോൾ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം അഭയാർത്ഥികൾ ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്. ഇത് മൂന്നും മതാധിഷ്ഠിതമായ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ മത ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് അവർ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഭാരതത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. കാരണം അവർക്ക് വിസ ഇല്ല, അവിടുത്തെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഉണ്ടാവണം എന്നില്ല. ഇനി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ പാസ്പോർട്ട് എക്സ്പയർ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവിടെ തുടരുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക എന്നുള്ളത് ദീർഘകാലമായിട്ട് ഉള്ള ഒരു വിഷയമായിരുന്നു. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2019 പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരാളുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമമല്ല, മറിച്ച് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസ്, പാഴ്സി, ജെയിൻ, ബുദ്ധിസ്റ്റ്, ഇതൊക്കെയാണ് അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസ്. അപ്പോൾ ആ റിലീജിയസ് മൈനോറിറ്റീസിന് അവിടുന്ന് ഇവിടേക്ക് വന്ന അവിടുത്തെ ജീവിത ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന അവർക്ക് പൗരത്വം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അതിനെ സിറ്റിസൺഷിപ്പ് ആക്ട് 2019 അമെൻഡ് ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും ആ നിയമം പാസ്സാക്കി. അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്തു. അതാണ് ഈ CAA എന്ന് പറയുന്നത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്
2019. അതാണ് ഈ CAA. 2019 ശേഷം ഇത് അതുവഴി വന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് 2 വ്യത്യാസങ്ങൾ വന്നു. ഒന്ന്, ഈ വിദേശത്ത് നിന്ന്, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഈ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ അവർ ഇല്ലീഗൽ മൈഗ്രൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് അവരെ ഒഴിവാക്കി, സബ്ജക്റ്റ് ടു അതിലെ കണ്ടീഷൻസ്. അപ്പോൾ അവർ ഇല്ലീഗൽ മൈഗ്രൻസ് അല്ല. പിന്നെ അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആക്ടിലെ ഷെഡ്യൂൾ 3 അതിലാണ് ഈ നാച്ചുറലൈസേഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു റെസിഡൻസി കണ്ടീഷനുണ്ട്. അതായത് ഇത്ര കാലം അവർ ഭാരതത്തിൽ താമസിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ഈ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുമ്പ്. അത് നേരത്തെ 11 കൊല്ലത്തിൽ കുറയാത്ത കാലയളവ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് കുറച്ചിട്ട് 5 കൊല്ലത്തിൽ കുറയാത്ത ഒരു കാലയളവാക്കി. അപ്പോൾ ഇതിനൊരു ഒരു ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് 31 ഡിസംബർ 2014 അതാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ മുമ്പ്, അന്നോ അതിനു മുമ്പോ ഭാരതത്തിലേക്ക് വന്ന ഈ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ അവർക്ക് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ സബ്ജക്റ്റ് ടു സിറ്റിസൺഷിപ്പ് ആക്ടിലെ ഷെഡ്യൂൾ 3 കണ്ടീഷൻ, അതിൽ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു ഭാഷ അറിഞ്ഞിരിക്കണം എന്നുണ്ട്, ഇന്ത്യയുടെ ഭരണഘടനയുടെ പട്ടികയിൽപ്പെട്ട ഒരു ഭാഷ അറിഞ്ഞിരിക്കണം എന്നുണ്ട്, പിന്നെ നല്ല സ്വഭാവക്കാരനായിരിക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം നൽകാം. അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്തു 2019. അപ്പോൾ അതൊരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണത്. ആ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനൊരു നടപടിക്രമം വേണമല്ലോ. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആരാണ് അപേക്ഷിക്കേണ്ടത്, അങ്ങനെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്, ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്, ആരാണ് സിറ്റിസൺഷിപ്പ് ആ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത്, എങ്ങനെയാണ് ഇത് സിറ്റിസൺഷിപ്പ് നൽകേണ്ടത്, അങ്ങനെയുള്ള പ്രൊസീജിയറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അപേക്ഷ ഏത് ഫോമിലാണ് അപേക്ഷ നൽകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ 11-ാം തീയതി മാർച്ച് 11, 2024 അതിൻ്റെ റൂൾസ് നിലവിൽ വന്നത്. അപ്പോൾ നേരത്തെ വന്ന ഒരു നിയമം, ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ നിയമം പൂർത്തിയായി. ഇനിയും നമുക്ക് ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും. അതിനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഭാരതത്തിലെ നിലവിലുള്ള പൗരന്മാരെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന ഒരു നിയമമല്ല. മറിച്ച് പുറം രാജ്യത്ത് നിന്ന് 3 പുറം രാജ്യങ്ങളിൽ നിന്ന്, ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസിനെ പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. അവർക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. ഒരു തരത്തിലും ഭാരതത്തിലെ പൗരന്മാരുടെ പൗരത്വം ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ പൗരത്വത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നതോ ആയ ഒരു നിയമമല്ല എന്നതാണ് ഇതിൻ്റെ വസ്തുത. എല്ലാവരും ഈ അടിസ്ഥാന നിയമപുസ്തകങ്ങളൊന്ന് വായിച്ചതിന് ശേഷം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഒന്ന് വായിക്കുക, സിറ്റിസൺഷിപ്പ് ആക്ട് ഒന്ന് ഓടിച്ചു വായിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന ചട്ടങ്ങളും ഒന്ന് ഓടിച്ചു വായിക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാകും. അതിനുശേഷം ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് മാത്രമാണ് പറയാനുള്ളത്.